ഇന്നത്തെ നമ്മുടെ വർക്ക് വരുന്നത് ആലുവ ചുവരയിലാണ്. നമുക്കൊരു പഴയ വീടിൻ്റെ മച്ച് ചെതലരിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റിയിട്ട് വീണ്ടും GP പൈപ്പിന് സ്റ്റീൽ ഫ്രെയിം ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഫ്രണ്ട് സൈഡിൽ സെറാമിക് റൂഫ് ടൈൽസും നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡായിട്ട് നേരത്തെ ഇരുന്ന ഓട് നമ്മൾ രണ്ടാമത് വാഷ് ചെയ്ത് നമ്മൾ റീഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്ക് സൈഡെല്ലാം നമ്മൾ ഇന്നിവിടെ ചെയ്യുന്ന റൂഫ് ടൈൽസിന് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് സെറാമിക് റൂഫ് ടൈൽസും പിന്നെ നാടൻ ക്ലേ ടൈലും. സെറാമിക് റൂഫ് ടൈൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. സെറാമിക് കോട്ടിംഗ് ആണ്, അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ടാവും. മുകളിലൂടെ നമുക്ക് കയറി നടക്കാനൊക്കെ ആയിട്ട് ഓട് ബ്രേക്ക് ആവില്ല. നാടൻ ക്ലേ ടൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് ചൂട് കുറയ്ക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ തന്നെയാണ് നമുക്ക് നാടൻ ക്ലേ ടൈലുകൾ എപ്പോഴും എല്ലാവരും ഇടുന്നതും. അതിൻ്റേതായ ഒരു ട്രഡീഷണൽ ലുക്കും നാടനോട് ഉണ്ടാവും. പക്ഷേ സെറാമിക് കോഡിനെ അപേക്ഷിച്ച് നാടനോട് ഭയങ്കര മെയിൻ്റനൻസ് കൂടുതലായിരിക്കും. ഏത് വർക്ക് തുടങ്ങുമ്പോഴും പുറകിലൊരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പറഞ്ഞ പോലെ തന്നെ തൊട്ട് പുറകെ മഴയും വന്നു. ഈ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കും വീട്ടുകാർക്കും ഒരേപോലെ തന്നെയാണ് ബുദ്ധിമുട്ട്. കാരണം ഇത് നമ്മൾ ഓൾറെഡി താമസം ഉള്ളൊരു വീടിൻ്റെ മുകളിൽ തന്നെയാണ് റൂഫിൻ്റെ വർക്ക് തുടങ്ങുന്നത്. അപ്പോൾ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ താഴേക്ക് വെള്ളം ഇറങ്ങാതെ നമ്മൾ ടർപ്പായും കൂടി അവിടെ അറേഞ്ച് ചെയ്തിട്ട് വേണം ഇത്തരത്തിലുള്ള വർക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ ഇന്നത്തെ റൂഫിംഗ് വർക്കിന് നാടനോട് ഒഴികെ ബാക്കിയെല്ലാം ബ്രാൻഡഡ് കാറ്റഗറി മെറ്റീരിയൽസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റീൽ എന്ന് പറയുമ്പോൾ അപ്പോളോൻ്റെ 16 ഗേജ് 3.1 റാഫ്റ്ററിനും 1.25 പർലിങ്ങിനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സെറാമിക് റൂഫ് ടൈൽസ് എന്ന് പറയുമ്പോൾ അറ്റ്ലാന്റിക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വൈറ്റ് ക്ലേ 10 years കളർ വാറണ്ടി ഉള്ള മെറ്റീരിയലാണ് ടോപ്പ് റൂഫ് ടൈലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി എനിക്ക് പറയാനുള്ളതെല്ലാം നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും.